എല്ലാവർക്കും നമസ്കാരം. ചെമ്പനീർ പൂവിന്റെ ഇനി വരുന്നൊരു വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മുടെ നീലിമ സച്ചിയും കൂട്ടിയിട്ട് വരികയാണ്. അപ്പം വന്ന പാടെ തന്നെ നീലിമ പോകുന്നത് അവർക്ക് ആ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ ഏർപ്പാടാക്കി തന്ന ട്രാവൽ ഏജൻസിയിലേക്കാണ്. അവിടെ ചെന്ന പാടെ തന്നെ അവിടെ വർക്കിനിരിക്കുന്ന പെണ്ണ് പറയുന്നുണ്ട്, അതെ മേഡത്തിന്റെ അമ്മുമ്മ മരിച്ചെന്ന് പറഞ്ഞിട്ട് അവരുടെ ചടങ്ങൊക്കെ കഴിഞ്ഞോ, അതിനു വേണ്ടിയിട്ടാണോ നാട്ടിൽ വന്നതെന്ന് ചോദിക്കുകയാണ്. അല്ല, എൻ്റെ ഏതമ്മുമ്മ മരിച്ച കാര്യം നീ പറയുന്നത്? അല്ല, മേഡത്തെ തിരക്കി രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആരാ എന്നെ തിരക്കി വന്നതെന്ന് നീലിമ ചോദിക്കുകയാണ്. അപ്പം സുധിയും അതുപോലെ തന്നെ ഒരു ലേഡിയും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പെണ്ണ് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ നീലിമയാണെങ്കിലോ, ഓഹോ അവരെന്നെ തിരക്കി ഇവിടെ വന്നോ, എന്നിട്ട് എൻ്റെ അഡ്രസ്സോ എൻ്റെ ഡീറ്റെയിൽസോ എന്തെങ്കിലും നിങ്ങൾ കൊടുത്തോ എന്ന് ചോദിക്കുമ്പം ഇല്ല മാഡം, അങ്ങനെ മാഡം ഒരു കാരണം വെച്ചാലും പേടിക്കണ്ട. ഈ കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് അത് മറ്റൊരാൾക്കും കൊടുക്കില്ല എന്നും പറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കുകയാണ്. സമാധാനമായി. അങ്ങനെ ടിക്കറ്റും ഒക്കെ ഓക്കെ ആക്കി നമ്മുടെ നീലിമ കാനഡയിലേക്ക് പോകാനുള്ള പുറപ്പാടിലാണ്. അതും കഴിഞ്ഞ് സച്ചിയുടെ വണ്ടിയിൽ തന്നെ വീണ്ടും വന്ന് കയറി. അപ്പം ഇനി എങ്ങോട്ടാ മേഡം പോകേണ്ടത്, മേഡം എന്നാ നാട്ടിലേക്ക് പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ നാളെ തന്നെ പോവാന്നാ വിചാരിക്കുന്നത്. എന്തായാലും എനിക്ക് അതിനു മുന്നേ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു പാർലറിൽ പോകണമെന്ന് പറയുക. ഇത് കേട്ടതും സച്ചിയാണെങ്കിലോ എന്തേലും ആയിക്കോട്ടെ, തന്നെ കൊണ്ട് എന്തായാലും സുധിക്കും ഭാര്യയ്ക്കും ഒന്നും പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഈ ക്ലയൻറ്റിനെ ഒന്ന് അങ്ങോട്ടേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ കുറച്ച് വരുമാനം കൂടുമെന്ന് വിചാരിച്ച് സച്ചിയാണെങ്കിലോ ഇവിടെ അടുത്തൊരു സൂപ്പർ ബ്യൂട്ടി പാർലർ ഉണ്ട്, അവിടെ ഞാൻ കൊണ്ട് വിടാമെന്നും പറഞ്ഞ് നമ്മുടെ നീലിമയെ കറക്റ്റായിട്ട് ശ്രുതിയുടെ ആ ഒരു പാർലറിൽ കൊണ്ടുപോയി ഇറക്കി വിടുകയാണ്. അവിടെ ചെന്ന പാടെ തന്നെ, അല്ല മേഡം ഞാൻ വെയിറ്റ് ചെയ്യണോ, താമസം ഉണ്ടാകുമെന്ന് ചോദിക്കുമ്പം വെയിറ്റ് ചെയ്യുമൊന്നും വേണ്ട, എന്തായാലും ഒരു 1-2 മണിക്കൂർ പിടിക്കും. അപ്പം അതുകൊണ്ട് കഴിയുമ്പോഴത്തേക്കിനും ഞാൻ ഇയാളെ വിളിച്ചോളാന്ന് പറഞ്ഞ് സച്ചിക്ക് പൈസയൊക്കെ കൊടുത്തു. നമ്മുടെ നീലിമത പാർലറിലേക്ക് ചെല്ലുകയാണ്. അപ്പം പാർലറിൽ ചെന്നു. അവിടുത്തെ റിസപ്ഷനിൽ ആ പെണ്ണിനെ, അതെ എനിക്ക് ഒന്ന് ഫേഷ്യൽ ചെയ്യണം, ഏതാ ഇപ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഫേഷ്യൽ എന്ന് ആ ഒരു റിസപ്ഷനിൽ ചോദിക്കുമ്പോഴത്തേക്കിനും അവർ പറയാണ്, മേഡം അകത്ത് ഞങ്ങളുടെ മേഡം ഉണ്ട്, അതുകൊണ്ട് പുള്ളിക്കാരിയോടൊന്ന് ചോദിക്കുമെന്നും പറഞ്ഞ് നമ്മുടെ നീലിമയെ പറഞ്ഞ് അകത്തോട്ട് വിടുകയാണ്. അപ്പം പുതിയൊരു ക്ലയൻറ്റ് വന്നതും അവിടെ നമ്മുടെ ശ്രുതിയാണെങ്കിലോ ഒരു പുള്ളിക്കാരിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെതാ നീലിമ നമ്മുടെ ശ്രുതിയുടെ മുന്നിലേക്ക് എത്തി. ശ്രുതിയാണെങ്കിൽ നീലിമയെ കണ്ടതും ഒരു നിമിഷമൊന്നും മിണ്ടാതെ ഇരുന്നു കേട്ടോ. ഇവളെ എവിടെയോ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ. ഈശ്വര, സുധിയേട്ടൻ പുള്ളിക്കാരൻ ഫോണിൽ കാണിച്ചു തന്നത് ഇവളുടെ ഫോട്ടോയാണല്ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ്. അത് ഇവള് തന്നെയാണ്. മേഡം ഇരിക്കുമെന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിയാണെങ്കിൽ നീലിമയെ പിടിച്ചു ആ ഒരു കസേരയിൽ ഇരുത്തി. അല്ല, ഇവിടെ എന്താണ് സ്പെഷ്യലായിട്ട് ചെയ്യുന്നത്, ഏത് ഫേഷ്യലാണ് ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം മാഡം സ്കിൻ ഗ്ലോ ആകാനായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫേഷ്യൽ മതിയോ എന്ന് ചോദിക്കുമ്പം അതൊക്കെ മതി, പിന്നെ 1 മണിക്കൂറിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം അതിനെന്താ ചെയ്ത് തീർക്കാന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിയാണെങ്കിലോ ഫോൺ എടുത്ത് പതുക്കെ നമ്മുടെ സുധിയെ വിളിക്കുകയാണ്. അപ്പം ഈ സമയത്താണെങ്കിലോ സുധി നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും സുധിയാണെങ്കിൽ, എടി ഞാൻ പല സ്ഥലത്തും പൈസ അന്വേഷിച്ച് നടക്കുകയാണ്, പലരും പറയുന്നുണ്ട് തരാമെന്ന്, പക്ഷെ ആരും ഒന്നും പൈസ തരുന്നില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം ദേ ഇവിടെ ഒരു നല്ല കാശുള്ള ഒരു മേഡത്തിനെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഇവിടെ വാന്ന് പറയുമ്പം നീ എന്താ ശ്രുതി തമാശ പറയുകയാണോ എന്ന് ചോദിക്കുകയാണ് സുധി. പെട്ടെന്ന് തന്നെ, അതെ നിന്നെ പറ്റിച്ച് 50 ലക്ഷവും കൊണ്ട് ഒരുത്തി മുങ്ങിയില്ലേ, അവളിതാ എൻ്റെ പാർലറിൽ പൊങ്ങിയിട്ടുണ്ട്, അപ്പം അവളെ കൈയോട് പിടിക്കാനാണ് ഞാൻ നിന്നെ വിളിച്ചത്, അതുകൊണ്ട് ഇങ്ങോട്ട് വാന്നും പറഞ്ഞ് അവൾ ഫോൺ വെച്ചു. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ, മേഡം ഇവിടെ ഇരിക്കും കേട്ടോ, ഞാനിപ്പോൾ ത്രെഡ് ചെയ്ത് തരാമെന്നും പറഞ്ഞ് ആ ത്രെഡൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഇത് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ടല്ലോ, ഒന്ന് പതുക്കിയൊക്കെ ചെയ്യുമെന്ന് പറയുകയാണ്. അപ്പം പെട്ടെന്ന് തന്നെ, അതെ ആദ്യമൊക്കെ ഇച്ചിരി വേദന ഉണ്ടാവും മേഡം, പിന്നെ മേഡത്തിന് നന്നായിട്ട് സുഖിക്കുമെന്ന് പറയുകയാണ്. അതിനുശേഷമാണെങ്കിലോ നമ്മുടെ രേവതിയെ കാണിക്കുകയാണ്. നമ്മുടെ സച്ചി വാങ്ങിക്കൊടുത്ത സ്കൂട്ടിയൊക്കെ ആയിട്ട് രേവതി ആണെങ്കിൽ പൂക്കച്ചവടത്തിന് ഇറങ്ങുകയാണ്. കടകളിലൊക്കെ പൂ കൊടുത്തു. അവിടെ നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ അവള് പരിചയമുള്ള ഒരു ചേച്ചിയുടെ കടയിൽ കൊണ്ടുപോയി പൂ കൊടുക്കുകയാണ്. അപ്പം രേവതി അവളുടെ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നോ പാർക്കിങ്ങിലായതുകൊണ്ട് തന്നെ ആ വണ്ടി പോലീസുകാർ പൊക്കിക്കൊണ്ട് പോവുകയാണ്. അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവിടെ ഇരുന്ന് ഒരു പിച്ചക്കാരനോട് ചോദിക്കുക, അണ്ണ എൻ്റെ ഇവിടെ ഇരുന്ന വണ്ടി കണ്ടോ? ആ വണ്ടി പോലീസുകാരെടുത്തോണ്ട് പോയി മോളെ, മിക്കവാറും അത് സ്റ്റേഷനിൽ കൊണ്ടുപോയി വെച്ച് കാണും, മോൾ അവിടെ പോയി തിരക്കെന്നും പറഞ്ഞു ആ പിച്ചക്കാരൻ ഇങ്ങനെ സംസാരിച്ചു. അതിനുശേഷം
ഷോ ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് രേവതി ആണെങ്കിലോ ടെൻഷൻ അടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ പാർലറിലെത്തി. അവിടെ എത്തിയ പാടെ തന്നെ ഓടി അങ്ങ് കയറുകയാണ്. റിസപ്ഷനിൽ ഇരിക്കുന്ന പെണ്ണ് പറയുന്നുണ്ട്, സാറേ അവിടെ ക്ലയന്റ് ഉണ്ട്. ഇവൻ ഇതൊന്നും കേൾക്കാതെ ബാഗൊക്കെ വലിച്ചെറിഞ്ഞു നേരെ ചെല്ലുകയാണ് നമ്മുടെ നീലിമയുടെ മുന്നിലേക്ക്. നീലിമയുടെ മുന്നിൽ ചെന്നു. നീലിമ ശ്രുതിയെ കണ്ട പാടെ തന്നെ ചാടി എഴുന്നേറ്റു. അതെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്നും പറഞ്ഞ് നീലിമ അവിടുന്ന് മുങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഫേഷ്യലൊക്കെ ചെയ്യുന്നതാണല്ലോ, അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള ചില ടൂൾസൊക്കെ ഉണ്ട്. അവിടെ ഇരുന്നൊരു കത്തി എടുത്ത് നമ്മുടെ നീലിമയ്ക്ക് നേരെ നീട്ടി. ഇരിക്കടി അവിടെ, നീ അവിടെ ഇരിക്കുക. നീ എങ്ങോട്ടാ ഓടി പോകുന്നത്? ഒരാളെ പറ്റിച്ച് 50 ലക്ഷവും കൊണ്ട് നീ കടന്നതല്ലേ, അതുകൊണ്ട് നീ ഇവിടെ ഇരിക്കുക. ഇവിടെ ഇരുന്ന് സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറയുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതിയാണെങ്കിലോ, എടി നിന്നോട് ഞാൻ എന്ത് തെറ്റാടി ചെയ്തത്? നിന്റെ ഒപ്പം മര്യാദക്ക് ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ അച്ഛനെയും അമ്മയെയും കൂടപ്പറപ്പുകളെയും ഒക്കെ ഉപേക്ഷിച്ച് ഞാൻ നിന്നോടൊപ്പം വരാൻ തുനിഞ്ഞത്. എന്നിട്ട് നീ എന്നോട് എന്താ ചെയ്തത്? കാശിന് വേണ്ടി മാത്രമല്ലേടി നീ എന്നെ സ്നേഹിച്ചതെന്ന് പറഞ്ഞ് സുധിത നമ്മുടെ നീലിമയുടെ കഴുത്തിന് കുത്തി പിടിച്ചു. അപ്പം ശക്തിയിൽ പിടിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, വേണ്ട വേണ്ട, ഇനിയൊന്നും ചെയ്യണ്ട. അവളെങ്ങാനും വല്ല ചത്തും പോയാൽ പിന്നെ ആ ഒരു കേസ് കൂടെ നിങ്ങളുടെ തലയിലാകുമെന്നും പറഞ്ഞ് ശ്രുതിയെ പിടിച്ച് മാറ്റുകയാണ്. പിന്നീടാണെങ്കിലോ നീലിമയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. ശ്രുതി ചോദിക്കുകയാണ്, നിനക്ക് എന്നെ ചതിച്ചിട്ട് മതിയായില്ലല്ലേ? എൻ്റെ അച്ഛൻ്റെ കഷ്ടപ്പാടിൻ്റെ പൈസ അടിയത്, അത് മര്യാദക്ക് എനിക്ക് തിരിച്ചു തന്നോ? ഇത്രയും കാലമായിട്ടും കള്ളപ്പേരും കേട്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് ഇവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. അതെ, നീ അധികം വർത്തമാനമൊന്നും പറയൊന്നും വേണ്ട. ഒരു പെണ്ണിനെ മണ്ഡപത്തിൽ ഇരുത്തി ചതിച്ചവനല്ലടാ നീ എന്ന് ചോദിക്കുമ്പം, എടി അത് നിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അല്ലാതെ എനിക്ക് വേറെ ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ അച്ഛനെ ചതിച്ചത് അതെന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തിട്ട് ആ പണം തിരികെ കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ, അല്ലാതെ ഇങ്ങനെ ചതിച്ച് കടന്നു കളയാൻ നിന്നെപ്പോലെയുള്ളൊരു ദുഷ്ടമനസ്സല്ലടി എൻ്റെതും എന്ന് പറഞ്ഞ് ശ്രുതിയാണെങ്കിൽ വീണ്ടും നീലിമയെ അറ്റാക്ക് ചെയ്യുകയാണ്. നീലിമയ്ക്ക് ലാസ്റ്റ് ദേഷ്യം വന്നു. എടാ, ഞാൻ നിന്നോട് കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 6 മാസം നിന്റെ കൂടെ താമസിച്ചില്ലേ, ആ കണക്കിലങ്ങ് എഴുതി തള്ളിയേക്കെന്നും പറഞ്ഞ് അവൾ അവിടുന്ന് പോവാൻ തുടങ്ങുമ്പോൾ ശ്രുതി അവളെ പിടിച്ച് വീണ്ടും ആ കസേരയിൽ ഇരുത്തി. അതെ ഡാ, നീ പോലീസിനെ വിളിക്കെന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിയോട് പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ പോലീസിനെ വിളിച്ചു. കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം എന്താ പോലീസ് എത്തിയപ്പോഴാണെങ്കിലോ, എൻ്റെ സാർ ഇവിടെ വന്നത് നന്നായി. ഞാൻ കാനഡയിൽ നിന്ന് വരുന്നതാണ്. എൻ്റെ കാശ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവൻ കള്ളക്കഥ പറഞ്ഞുണ്ടാക്കുകയാണ്. ഈ പെണ്ണും അതിന് കൂട്ട് നിൽക്കുകയാണ് എന്നൊക്കെ പറയുമ്പം ഈ പെണ്ണും ഈ ചെറുക്കനും കൂടി 6 മാസം മുന്നേ നിന്റെ പേരിൽ കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ട്. നീ നീലിമയല്ലേ എന്ന് ചോദിക്കുകയാണ് പോലീസുകാരൻ. പെട്ടെന്ന് തന്നെ ഞാൻ നീലിമയൊക്കെ തന്നെയാണ് സാറേ, പക്ഷേ ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല എന്ന് നീലിമ അവിടെ കിടന്ന് നാടകം കളിക്കാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് തന്നെ പോലീസുകാരൻ പറഞ്ഞു, അതെ, നിങ്ങളുടെ പേരിൽ ഒരു കംപ്ലൈൻറ്റ് വന്നത് അന്വേഷിക്കണമെന്ന് വിചാരിച്ച് തന്നെ ഇരിക്കുമായിരുന്നു. ദൈവമായിട്ടാണ് നിങ്ങളെവിടെ എത്തിച്ചത് എന്നും പറഞ്ഞ് അവരെയും കൂട്ടി ഇതാ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണെങ്കിലോ വണ്ടി പോലീസ് പിടിച്ച സങ്കടത്തിൽ നമ്മുടെ രേവതി അവിടെ ഇരിക്കുകയാണ്. എന്തായാലും അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ഇനി വരാനുണ്ട്. അപ്പം എല്ലാവരും കാണുക. നമ്മുടെ നീലിമയെ പൂട്ടിക്കഴിഞ്ഞു. നീലിമ പൈസ തിരികെ കൊടുക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെയും എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിക്കുകയാണ്. താങ്ക്